പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് മോസ്തയിലാണ്. കഴിഞ്ഞ ദിവസം മില്ലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടത്. വാലി ഓഫ് ഹണി എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. വലിയൊരു താഴ്വരയാണ്. അതിറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു ചാപ്പലും കാണുന്നുണ്ട്. അങ്ങനെ ഓഫുള്ള തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. കൂടെ റിജോ ചേട്ടനുണ്ട്. അവിടെ കൂടുതലായിട്ട് വലിയ ആൾക്കാരെയൊന്നും കണ്ടുമില്ല. ആദ്യമായിട്ട് പോകുന്ന സ്ഥലമായതുകൊണ്ട് ഇതിലേ ഇറങ്ങണമെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. മാത്രമല്ല, അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നോക്കുമ്പം രണ്ടുപേരെ അതിൽ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ പോകുന്ന വഴികളൊക്കെ കാണിച്ചു തന്നു. അവിടെ മുഴുവൻ പാറക്കെട്ടുകളാണ്. നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന്, ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് ആ പാറയുടെ മുകളിൽ ഒരു റെഡ് മാർക്ക് ചെറിയ ഗ്യാപ്പിട്ട് താഴെ വരെ കൊടുത്തിട്ടുണ്ട്. വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ മുഴുവനായിട്ടും നല്ല ഗ്രീനറി ആവും. ഇപ്പം തന്നെ ഏകദേശം കുറേ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. പലതരം പൂക്കളും പലതരം ചെറിയ ചെറിയ കായ്കളുള്ള ചെടികളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മുന്നിൽ കാണുന്ന പാറയിൽ ഞാൻ മുമ്പ് പറഞ്ഞ റെഡ് മാർക്ക് വീണ്ടും കാണാം. ഒരുപാട് പക്ഷികളാലും പ്രാവുകളാലും സമ്പന്നമാണ് ഈ സ്ഥലം. പക്ഷികളുടെ ശബ്ദങ്ങളും പ്രാവുകളുടെ കുറുകലും ഒക്കെ ഒന്ന് ചെവിയോർത്താൽ നമുക്ക് കേൾക്കാം. ആ ഇതിലൊരു വഴിയുണ്ട് കേട്ടോ.
സെൻറ്റ് പോൾ ദി ഹെർമിറ്റ് എന്നാണ് ഈ ചാപ്പലിൻ്റെ പേര്. ഈ ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേവിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. വിശുദ്ധ കുർബാന സ്ഥിരമായിട്ട് നടക്കുന്ന ചാപ്പൽ അല്ലെങ്കിൽ പോലും ആ സേഫ്റ്റി ബാറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കതിൻ്റെ ഉൾവശം വ്യക്തമായി കാണാം. നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. വലിയ കാര്യമുണ്ടോ? അറിയാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.